ഹായ് എവരിവൺ. സ്ഥലത്തിൻ്റെയും അതേപോലെ തന്നെ വെളിച്ചത്തിൻ്റെയൊക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ടെന്ന് അറിയാം. സാധാരണ രാവിലെയാണ് വീഡിയോ എടുക്കാറ്. ഇന്നിപ്പം ഞാൻ ഇന്റേൺഷിപ്പിന് പോണതുകൊണ്ട് വൈകുന്നേരം തിരിച്ചെത്താൻ ഒരു 6 മണിയായിരിക്കും. അതേപോലെ കാലത്ത് ഒരു 5 മണി ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങും. സോ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഒരുപാട് പരിമിതികളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കുറേ പേരുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നത്. എല്ലാം മാനുവലി ആൻസർ ചെയ്യുന്നത് കൊണ്ട്, അതായത് ഇപ്പം നമ്മളുടെ അടുത്ത് ഒരാൾ ഒരു ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് മാനുവലി റിപ്ലൈ കൊടുക്കുമ്പോഴാണല്ലോ നമ്മളും ആ വ്യക്തി നമ്മളൊരു കണക്ഷൻ ബിൽഡ് ആവുള്ളൂ. സോ അതിൻ്റെയൊക്കെ ബേസിലാണ് മാനുവലി റിപ്ലൈ കൊടുക്കുന്നത്. അതുകൊണ്ട് റിപ്ലൈ ഒക്കെ വൈകിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലാട്ടോ. റിപ്ലൈ ഒക്കെ വൈകിയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. റിപ്ലൈ തരും. മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തന്നിരിക്കും. ഓക്കെ ദെൻ. അപ്പം ഇന്നത്തെ നമ്മളുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്, കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, ചേച്ചിക്ക് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടിയേ, സൈക്കോളജിയിൽ ഇനി എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക, ഇനി ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾക്ക് എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒത്തിരി പേര് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. എന്നാൽ പലരും അറിയാതെ പോകുന്ന കുറേ ഇൻഫോർമേഷൻസ് ഉണ്ട്. ഇവൻ ഇപ്പം ഞാൻ എൻ്റെ ഡിഗ്രി PG കാലഘട്ടങ്ങളിൽ അറിയാതെ പോയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളിലും നിങ്ങളുടെ ഡൗട്ടും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. It's me, Archana Venugopal, MSc Psychology student. This is Shades of Mind. ഓക്കെ, അപ്പം നമ്മളുടെ മെയിൻ ടോപ്പിക് എന്താണ്, ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. ചേച്ചി ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നത് MS യൂണിവേഴ്സിറ്റി, അതായത് തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. മനോന്മണിയം സുന്ദർനാർ യൂണിവേഴ്സിറ്റി, തിരുനെൽവേലി, തമിഴ്നാട്. അതാണ് യൂണിവേഴ്സിറ്റി വരുന്നത്. ഇനി ആ യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്താണ്, അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞോ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഫീ സ്ട്രക്ചർ, ഹോസ്റ്റൽ ഫീ, ട്രാവലിംഗ്, അങ്ങനത്തെ ഉള്ള A to Z കാര്യങ്ങൾ ഈ വീഡിയോക്ക് അകത്തുണ്ട്. അപ്പം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഫസ്റ്റത്തെ കാര്യം, അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്താണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മളിതാ 50 to 55% ഡിഗ്രി, ബാച്ചിലർ ഡിഗ്രിയുടെ ശതമാനം വേണം. ഏത് ഇതായാലും പ്രശ്നമില്ല എന്നുള്ളതാണ്. അളഗപ്പ യൂണിവേഴ്സിറ്റിയുടെ വീഡിയോക്കകത്ത് പറഞ്ഞ സെയിം ക്രൈറ്റീരിയ തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്, മനോന്മണിയം സുന്ദർനാർ യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി സൈറ്റ് ഓപ്പൺ ചെയ്യും. സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് മേലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ ഒരു 3 ഡോട്ടുള്ള 3 ലൈൻ പോലെ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കാഡമിക്സ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് കാണും 2026 to 27 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണും. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നോർമൽ എല്ലാ യൂണിവേഴ്സിറ്റിയുടെ ഇത് ഉള്ള പോലെ തന്നെയാണ്. 750 രൂപയാണ് എക്സാം രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. എക്സാമിന്റെ ഡേറ്റ് ഒരു 12-ാം തീയതി എങ്ങാനും ആണ്. ഞാൻ കറക്റ്റ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യാം എന്താ ഡേറ്റ്. 12-ാം തീയതിയാണ്, ജൂൺ 12-ാം തീയതി എങ്ങാനും ആണ് എക്സാം ഡേറ്റ് വരുന്നത്. ഓക്കെ, അപ്ലിക്കേഷൻ പ്രോസസ്സ് അത്ര തന്നെ. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയിൽ പോയി എൻട്രൻസ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അതാണ് അതിൽ മെയിൻ കാര്യം. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, ഇനി നമ്മൾ കേരളത്തിൽ നിന്ന് അകത്തോട്ട് വരുന്ന ഒരാൾക്ക് ഈ യൂണിവേഴ്സിറ്റി എങ്ങനെ ഇരിക്കും. ഇപ്പൊ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരു പേരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാം. സോ ഈ യൂണിവേഴ്സിറ്റിക്ക് വാല്യൂ ഉണ്ടോ, ഇനി യൂണിവേഴ്സിറ്റി എങ്ങാനും പൂട്ടിപ്പോവോ, അങ്ങനെ കുറേ ഡൗട്ട് നമുക്ക് ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും എനിക്കും കുറേ ഡൗട്ട് ഉണ്ടായിരുന്നതാണ്. ഓക്കെ, യൂണിവേഴ്സിറ്റിയുടെ വാല്യൂ എന്താന്ന് പറഞ്ഞാൽ UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ്. ദെൻ ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അണ്ടറിൽ കോളേജുകൾ ഉള്ള പോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലും എന്തുണ്ട്, കുറച്ച് കോളേജസ് ഉണ്ട്. A+ ഗ്രേഡ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതേപോലെ തന്നെ ഒരു 550 ഏക്കറോളം യൂണിവേഴ്സിറ്റി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ലൈക്ക് നമുക്ക് മാന്, മയില്, മൊയല്, അതേപോലെ തന്നെ കാട്ടുപന്നി, അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള കുറേ ആളുകളുടെ സഹവാസമുള്ള ഒരു ഏരിയയാണ്. ഡിയർ ഒക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ,
അതായത് നമ്മൾ ഈവനിങ്ങും അതേപോലെ തന്നെ രാവിലെ ഒക്കെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കുറേ മയിലിനെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവരൊക്കെ ഭയങ്കര കുറേ മയിലൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ലൈക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാനൊക്കെ വേണ്ടി പറ്റുന്ന അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞു. പിന്നെ അത്രയും അവര് നമ്മൾ ആളുകളായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ജീവികളായിട്ടുണ്ട് എന്നുള്ളതാണ്. മാനൊക്കെ നമുക്ക് ചിലപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്യണൊക്കെ കാണാൻ വേണ്ടി പറ്റും. മുയലിനെ ഇടയ്ക്ക് കാണാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനത്തെ കുറെ ജീവികളൊക്കെ ജീവിക്കുന്ന ഒരു ഇതാണ്. ഓക്കെ ഓക്കെ, അതാണ്. പിന്നെ അതിന്റെ ഒരു ക്ലൈമറ്റിന്റെ ഏരിയ പറയുകയാണെങ്കിൽ ഒരു ജൂലൈ ഒരു പകുതിയൊക്കെ കാണുന്ന സമയത്ത് ഒരു ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കാറ്റായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കുടയൊക്കെ ഇങ്ങനെ പാറിപ്പോയി. നമ്മളിവിടെ നാട്ടില് മഴക്കാലത്ത് കുട നല്ല കാറ്റ് വീശുമ്പോൾ കുട പാറുന്ന പോലെ മഴയൊന്നുമില്ല, നല്ല വെയിലായിരിക്കും. പക്ഷെ ഒരു ജൂലൈ ആ ഒരു ഏരിയ ആ ടൈം ആകുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റ് വീശുന്ന ഒരു ടൈമായിരിക്കും. അങ്ങനത്തെ ഒരു ടൈമായിരിക്കും. പിന്നെ അത്യാവശ്യം മഴ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ മഴയൊന്നും ആരും പ്രതീക്ഷിക്കരുത്. മഴ ചാറും, വിലപ്പോഴൊക്കെ മഴ ചാറും. ആ ഒരു ഇതാണെന്ന് വിചാരിച്ചിട്ട് ഉഷ്ണത്തിനേക്കാട്ടിലും കൂടുതൽ ചൂടാണ്, നല്ല പൊള്ളുന്ന ചൂടാണ്. ഇവിടെ നാട്ടിലെന്ന് പറയുമ്പോൾ നമുക്ക് വെയിലില്ലെങ്കിൽ ഉഷ്ണമാണല്ലോ, ഒരു പുഴുക്കം ഫീൽ ചെയ്യില്ലേ. അവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പുഴുക്കല്ല, നല്ല വെയിലാണ്. എനിക്ക് ഹോസ്റ്റൽ റൂമിലൊന്നും അത്രയും അധികം ചൂടായിട്ട് ഭയങ്കര പുഴുക്കായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ജീവിച്ചു പോകാൻ വേണ്ടി പറ്റും. സൺസ്ക്രീൻ മസ്റ്റാണ്. ടാൻ അടിച്ച് നമ്മൾ ഒരു വിധമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ആ ഏരിയ പറയുള്ളത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാല് എന്താ പറയാ, ട്രാവലിംഗ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അതായത് നമ്മളിപ്പം കേരളത്തിൽ നിന്ന് പോകുന്ന സമയത്ത് പാലക്കാട് വഴി ആണ് പോകുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. അതേപോലെ തന്നെ പാലക്കാട് നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. ഞാനിവിടെ നിന്ന് തൃശ്ശൂരിനാണ് കയറാറ്. അങ്ങനെ പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രം പോയിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് മാറിക്കയറാം. അങ്ങനെ 1-2 ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയുന്നത്. ഡയറക്റ്റ് തിരുനെൽവേലി ജംഗ്ഷൻ, അതാണ് നമ്മുടെ സ്റ്റോപ്പ് വരെ. തിരുനെൽവേലി ജംഗ്ഷനിൽ ഇറങ്ങുക. തിരുനെൽവേലി ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിക്കുള്ള MSc യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞാൽ മതി. യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് ഉള്ള ബസ് ഉണ്ടായിരിക്കും. ആ ബസ്സിൽ കയറുക. 10 രൂപയുടെ ഡിസ്റ്റൻസ് ആണ് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. അവിടെ പക്ക യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പ്. യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങാം, റോഡ് ക്രോസ് ചെയ്യുക, യൂണിവേഴ്സിറ്റി പോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരു ഒറ്റ ബസ് കയറിയാൽ മതി. അല്ലാതെ വേറെ ഒരുപാട് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സിറ്റുവേഷനോ കാര്യങ്ങളോ ട്രാവലിംഗ് ഒന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ആയിട്ട് വരില്ല. 12 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അതായത് ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് എൻ്റെ വീട് കുറ്റിപ്പുറമാണ്. കുറ്റിപ്പുറത്ത് നിന്ന് ഞാൻ തൃശ്ശൂർ പോയി. തൃശ്ശൂരിൽ നിന്ന് ഞാൻ തിരുനെൽവേലി പോകുന്ന സമയത്ത് എനിക്കൊരു 12 മണിക്കൂർ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നൈറ്റാണ്. നൈറ്റ് ട്രാവലാണ് ഇപ്പം പ്രിഫർ ചെയ്യാറ്. എനിക്ക് നൈറ്റ് തൃശ്ശൂരിൽ നിന്ന് 11:45 ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ കയറി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ പുലർച്ചെ രാവിലെ ഒരു 9 മണി 9:30 ആകുമ്പോൾ തിരുനെൽവേലി എത്തും. ഡയറക്റ്റ് നമുക്ക് അപ്പോൾ ഒരു 1 മണിക്കൂറിന്റെ ഉള്ളിൽ ബസ് കയറി പോയി നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതല്ലോ. നമ്മൾ അങ്ങനെയാണ് ട്രാവൽ ചെയ്യുക. നൈറ്റ് അവിടുന്ന് 9 o'clock ഒരു ട്രെയിൻ ഉണ്ട്. ഡയറക്റ്റ് തൃശ്ശൂർ വരെയുള്ള ട്രെയിൻ ഉണ്ട്. സോ അങ്ങനെ പോവാം. അതിന് മുന്നേ ട്രെയിൻ അത് 9 മണിയുടെ ട്രെയിൻ കഴിഞ്ഞിട്ടും ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ട്രെയിനിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ട്രാവലിംഗ് ആ കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ ഫീ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതാണ്. ഫീ സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അഡ്മിഷൻ, അതായത് നമുക്ക് എൻട്രൻസ് എക്സാം എഴുതി നമുക്ക് റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്തു, നമ്മളുടെ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് തന്നെ ഫീ അടച്ച് ജോയിൻ ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. ഞാൻ മുന്നത്തെ എൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ് ബെറ്റർ എന്നുള്ളൊരു ഇതിൽ. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതിനകത്ത് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫീ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെയാണ് PG കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി എവിടെയാണ് പഠിക്കേണ്ടത്, യൂണിവേഴ്സിറ്റി പഠിക്കണോ, സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണോ, കോളേജസിൽ പഠിക്കണോ, ഏതായിരിക്കും ബെറ്റർ, അങ്ങനത്തെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി ചെക്ക് ചെയ്യാം. ദെൻ ഫീ സ്ട്രക്ചറിനകത്ത് വരുന്നത് ഒരു 7,000 ആണ് ഏകദേശം സെമ്മിന്റെ ഫീ ആയിട്ട് വരും. 7,000 ആണ് സെമ്മിന്റെ ഫീസ് ആയിട്ട് വരിക. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ മറ്റെന്താ പറയാ മറ്റേ ആ അല്ലറ ചില്ലറ ബാക്കിയുള്ള ഫീസൊക്കെ കൊടുത്ത് നമ്മൾ എൻ്റെ ഒരു ഓർമ്മയില് 14 അങ്ങനെ എന്തോ ആണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. 14 തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ദെൻ സെമ്മിനകത്ത് നമുക്ക് 7,000 ആണ് ഫീസ് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഹോസ്റ്റൽ ഫെസിലിറ്റി എന്താണെന്നുള്ളത്, ഒരു ഹോസ്റ്റൽ റൂമിനകത്ത് 4 പേരാണ് ഉണ്ടായിരിക്കുക. മറ്റേ ഡബിൾ ഡെക്കർ ബെഡ് ഉണ്ടായിരിക്കില്ലേ, അങ്ങനെ ആയിരിക്കും അതിന്റെ ഫെസിലിറ്റി. 2 ഫാൻ ഉണ്ടായിരിക്കും, ഒരു 3 ലൈറ്റ് ഉണ്ടായിരിക്കും. 3 ലൈറ്റ് ഉണ്ടായിരിക്കും. ദെൻ അതിന്റെ അങ്ങേ തലയ്ക്ക്
ബാത്റൂം ഒരു 6 ബാത്റൂം, അതേപോലെ തന്നെ 6 കുളിമുറി, ഇത്രയും ഫെസിലിറ്റീസ് ആണ് ഉണ്ടാവുക. ഹോസ്റ്റലിനകത്ത് ഉണ്ടായിരിക്കുക. വൈഫൈ, ഫ്രീ വൈഫൈ ആണ് ഹോസ്റ്റലിനകത്ത്. അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ വൈഫൈ ആണ്. പിന്നെ വരുന്നത് മെയിൻ വിഷയം എന്ന് പറയുന്നത് ഫുഡാണ്. കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഹോസ്റ്റൽസിനെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത, തിരക്കേടില്ലാത്ത ഫുഡ് മെനു ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ റവ ഉപ്പുമാവാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ പൊങ്കൽ ഉണ്ടായിരിക്കും. റവ മാവും ഉഴുന്നുവടിയും ആണ്. അപ്പം പൊങ്കൽ ഉണ്ടായിരിക്കും, സാമ്പാറും ചട്നി എന്തായാലും ഉണ്ടായിരിക്കും, രാവിലെ കാപ്പി ഉണ്ടായിരിക്കും. ദെൻ ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ചോറ്, സാമ്പാർ, അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും ഒരു സാമ്പാർ, അല്ലെങ്കിൽ ഒരു ദിവസമാണ് പരിപ്പ് കറി ഉള്ളത്, ബാക്കിയുള്ള മോസ്റ്റ് ടൈമിൽ സാമ്പാറായിരിക്കും ഉണ്ടായിരിക്കുക. സാമ്പാർ, രസം, മോര്, ആഴ്ചയില് 2 ദിവസം പായസം, അതിൽ ഒരു ദിവസം സേമിയ പായസം, ഒരു ദിവസം പരിപ്പ് പായസം, പപ്പടം, അച്ചാറ്, സംഭാരം, ഇത്രയും സാധനങ്ങൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. ഉപ്പേരി, ഇതിൽ ഉപ്പേരി മാത്രമാണ് എല്ലാ ദിവസവും ഓൾട്ടർനേറ്റീവ്ലി ചേഞ്ച് ചെയ്ത് ഒരു ദിവസം ക്യാരറ്റ്, അതേപോലെ തന്നെ മറ്റേത് കാബേജ്, ബീട്രൂട്ട്, അങ്ങനത്തെ ഉള്ള, പിന്നെ മറ്റേ പടവലങ്ങയൊക്കെ വെച്ചിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. വലിയ തിരക്കടൊന്നും ഉണ്ടാവാറില്ല. ഐ മീൻ മോശം എന്ന് പറയാനൊന്നും ഉണ്ടാവില്ല, നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് എരിവും പുളിയൊക്കെ കൂടുതൽ വേണ്ട ആൾക്കാരായതുകൊണ്ട് നമ്മൾ ലൈക്ക് അച്ചാറ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുമല്ലോ, അങ്ങനത്തതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. ദെൻ നൈറ്റ് വരുമ്പം എനിക്ക് നൈറ്റ് ഫുഡാണ് കുറച്ചുകൂടി ഇഷ്ടം. നൈറ്റ് എന്ന് പറയുമ്പോൾ ചപ്പാത്തി ഉണ്ടായിരിക്കും, 2 ആളുണ്ടാവും കേട്ടോ. ചപ്പാത്തി ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ മേ ബി ലെമൺ റൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഗീ റൈസ് ഉണ്ടായിരിക്കും, ചപ്പാത്തി ഉണ്ടായിരിക്കും, ചിക്കൻ കറി ഉണ്ടായിരിക്കും. ആഴ്ചയിൽ ഒരു 2 ദിവസം ചിക്കൻ കറി, ഒരു ദിവസം അത്യാവശ്യം നല്ല വലിയ പീസുള്ള ചിക്കൻ കറി ഉണ്ടാവും, ഒരു ദിവസം ഒരു അല്ലറ ചില്ലറ ചിക്കൻ കറി ഉണ്ടായിരിക്കും. അതുപോലെ ആഴ്ചയിൽ ഐ തിങ്ക് 3 തവണ എഗ് ഉണ്ടായിരിക്കും. ഒരു ദിവസം ഉച്ചയ്ക്കും, ബാക്കി 2 ദിവസം ഉച്ചയ്ക്കും, ഒരു ദിവസം നൈറ്റും എഗ് ഉണ്ടായിരിക്കും. സൺഡേ എന്ന് പറയുന്നത് വെജിറ്റബിൾ ബിരിയാണി ഉള്ള ദിവസമാണ്, വെജിറ്റബിൾ ബിരിയാണിയും ഓംലെറ്റും ഉള്ള ദിവസമാണ്. സാറ്റർഡേ എന്ന് പറഞ്ഞാൽ മീൻകറിയും മീൻ വറുത്തതും ഉള്ള ദിവസമാണ്. എന്താ പറയാനുള്ള ഈവനിങ് ചായയും, ഇഞ്ചി ഇട്ട ചായയും സ്നാക്സ് എന്തെങ്കിലും, ഉഴുന്നുവടയോ പരിപ്പ് വടയോ ഉള്ളിവടയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ചില സമയത്ത് മറ്റേ പച്ചപ്പയർ, ചെറുപയർ വേവിച്ചത്, വൻപയർ വേവിച്ചത്, അതേപോലെ തന്നെ വൈറ്റ് കടലുണ്ട്, വെള്ളക്കടലില്ലേ, അത് വേവിച്ചത്, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതും അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഫുഡ് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പൊങ്കൽ ഉണ്ടാവാറുണ്ട്, അതേപോലെ തന്നെ തൈര് സാദം ഉണ്ടാവാറുണ്ട്. തൈര് സാദം എനിക്കിഷ്ടമാണ്. സാമ്പാർ സാദം ഉണ്ടാവാറുണ്ട്. അതിന്റെ കൂടെ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അത് ആലോചിച്ച് ഭയങ്കര ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പൊ ഫുഡിന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെന്താ, ഹോസ്റ്റലിലെ ഫീസ് എന്താണ് വരുന്നത്, ഒരു 6000 എന്ന് പറയുന്നത് നമ്മൾ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. അത് നമ്മൾക്ക് അവർ റിട്ടേൺ തിരിച്ചു തരും നമ്മൾ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യുമ്പോൾ. ദെൻ പിന്നെ ഉള്ളത് 5000 ഇത് സെമ്മില് നമ്മൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഫീ എന്നും പറഞ്ഞിട്ട് ഒരു 5000 കൊടുക്കും. അതാണ് വരിക. പിന്നെ നമ്മുടെ മെസ്സിന്റെ ബില്ല് എന്ന് പറയുമ്പോൾ ഒരു ദിവസം 79 രൂപ, 3 നേരം അല്ലെങ്കിൽ 4 നേരം ചായ കൂടി കൂട്ടിയ 4 നേരം നമ്മൾ കഴിക്കുന്ന ഫുഡിന് 79 രൂപയാണ് ഗേൾസിന് വരുന്നത്. ബോയ്സിന് 120 രൂപയാണ് വരിക. ലൈക്ക് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അവർ കഴിക്കുന്ന ഫുഡിന്റെ എമൗണ്ട് കൂടുതലായതുകൊണ്ട്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ച് വരുന്നത് എന്നുള്ളത്. റിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ 4 ദിവസം ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ പൈസയാണ് റിഡക്ഷൻ വരിക. പിന്നെന്താ, പക്ഷെ നമ്മൾ പിന്നെ ഒരു 5-6 ദിവസങ്ങൾ നമ്മൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നിച്ച് റെഡ്യൂസ് ചെയ്യും കേട്ടോ. അങ്ങനെ 79 രൂപയാണ് വരിക. പിന്നെന്താ, ഹോസ്റ്റൽ ഫീയുടെ കൂടെ മെസ് ഫീയുടെ കൂടെ തന്നെ എന്താ പറയാ, ഇത് ഇലക്ട്രിസിറ്റി ബില്ലും എല്ലാം അതിന്റെ കൂടെ തന്നെ ആഡ് ആവുന്നതാണ്. സോ അതുകൊണ്ട് ഏകദേശം ഒരു മെസ് ഫീ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് 2800 ആണ്. ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് അത് വല്ലപ്പോഴാണ് 2800 വരിക. ഈ ഒരു ഇപ്പൊ കലണ്ടറിൽ 31 ദിവസം ഉണ്ട് എന്നൊക്കെ വരുമ്പോ അങ്ങനെ ഫുൾ ഡേ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിലാണ് 2800 വരിക. പൊതുവെ അങ്ങനെ 2200, 300 ആ റേഞ്ച് വരിക. ഏറ്റവും എക്സ്ട്രീം ആണ് 2800. അതിന്റെ കൂടുതൽ ഇതുവരെ പോയിട്ടൊന്നുമില്ല. ദെൻ നിങ്ങൾക്ക് എന്താ, എക്സാം പാറ്റേൺ എന്താണ്, സെം എക്സാമിന്റെ പാറ്റേൺ എന്താണെന്നുള്ളത് ഓൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് സെമ്മിന് എക്സാം വരിക എന്നുള്ളതാണ്. ഓക്കെ, അത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ധാരണയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയേണ്ടത് എന്നുള്ളൂ. ഒരുപാട് ഇൻഫോർമേഷൻസ്
ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് ഷെയ്ഡ്സ് ഓഫ് മൈൻഡ് എന്നും പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഓക്കെ, എൻട്രൻസ് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇതായിരിക്കും, MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. It's me, Ashna Venugopal, MSc Psychology student. This is Shades of Mind. Please subscribe ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ആളുകൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്കറിയില്ല, മേ ബി നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗായ്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കുറച്ച് പേര് ഇന്റേൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ ഇന്റേൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. എനിക്ക് കുറച്ച് സമയപരിധി ഉള്ളത് കൊണ്ടാണ് വീഡിയോസ് ലാഗ് ആവുന്നത്. അപ്പോൾ ബൈ.